ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരെയെല്ലാം ഒന്നൊന്നായി വിറപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു രാജ്യം ഇതാ ലോകകപ്പിൽ ചരിത്രം കുറിക്കുകയാണ്. മറ്റാരുമല്ല, ആഫ്രിക്കൻ രാജ്യമായ കേപ്പ് വെർദെയാണ് ആ അത്ഭുതം. ആദ്യ മത്സരത്തിൽ ശക്തരായ സ്പെയിനിനെ തളച്ചവർ ഇത്തവണ ഉറുഗ്വേയെ 2-2 എന്ന സ്കോറിന് സമനിലയിൽ കുരുക്കിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ തോൽവിയിലേക്ക് നീങ്ങിയ മത്സരത്തിൽ നിന്നാണ് കേപ്പ് വെർദെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയത്. മയാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഉറുഗ്വേയെ ഞെട്ടിച്ചുകൊണ്ട് കേപ്പ് വെർദെയാണ് ആദ്യം ലീഡെടുത്തത്. ഒരു ഫ്രീ കിക്കിൽ നിന്നും 34 വാര അകലെ വെച്ച് കേപ്പ് വെർദെ താരം കെവിൻ പിന്ന തൊടുത്ത വെടിയുണ്ട പോലുള്ള ഷോട്ട് ഉറുഗ്വേയുടെ പ്രതിരോധ മതിലിനിടയിലൂടെ തുളച്ചു കയറി വലയിൽ ചെന്ന് വീണു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് ഉറുഗ്വേ ശക്തമായി തിരിച്ചടിച്ചു. റോഡ്രിഗോ ബെന്റാങ്കൂറിന്റെ ഹെഡർ പോസ്റ്റിലിടിച്ചു മടങ്ങവേ മാക്സി അറോഹോ ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ച് സമനില പിടിച്ചു. തൊട്ടു പിന്നാലെ അറോഹയുടെ പാസിൽ നിന്നും അഗസ്റ്റിൻ ഗനോബിയോ കൂടി ഗോൾ നേടിയതോടെ ആദ്യ പകുതിയിൽ ഉറുഗ്വേ 2-1 മുന്നിലെത്തി. രണ്ടാം പകുതിയിൽ കളി ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലിറങ്ങിയ ഉറുഗ്വേക്ക് സ്വന്തം പ്രതിരോധത്തിന്റെ പിഴവ് വിനയായി. ഉറുഗ്വേ ഡിഫൻഡർമാരുടെ ആശയക്കുഴപ്പം മുതലെടുത്ത് പന്ത് തട്ടിയെടുത്ത കേപ്പ് വെർദെ താരം വരേല അത് കൃത്യമായി വലയിലെത്തിച്ചതോടെ സ്കോർ 2-2 എന്ന നിലയിലായി. പിന്നീട് മത്സരം പൂർണ്ണമായും ഉറുഗ്വേയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി അവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. കേപ്പ് വെർദെയുടെ പ്രതിരോധ നിര ഒരു കോട്ട പോലെ ഉറച്ചു നിന്നതോടെ ഉറുഗ്വേക്ക് വിജയ ഗോൾ കണ്ടെത്താനായില്ല. തുടർച്ചയായി 2 വമ്പൻ സമനിലകളോടെ കേപ്പ് വെർദെ തങ്ങളുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ സജീവമാക്കി നിർത്തിയിരിക്കുകയാണ്. സ്പെയിൻ, ഉറുഗ്വേ തുടങ്ങിയ വമ്പൻ ഗ്രൂപ്പിൽ നിന്നും 2 പോയിന്റ് നേടാനായത് ഈ കൊച്ചു ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. സൗദി അറേബ്യക്കെതിരെയാണ് കേപ്പ് വെർദെയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.